ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ ദാസൻ റോമർ 8 നിന്ന് പറഞ്ഞ് തൂക്കിക്കെട്ടിയ ചില വാചകങ്ങൾ കേട്ടു. ഇങ്ങനെ എല്ലാവർക്കും പറയാൻ പറ്റത്തില്ല. ധ്യാനിച്ച് ദൈവത്തിൽ നിന്ന് പ്രാപിച്ചവർക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അഭിഷിക്ത ദാസനായ ദൈവത്തെ സ്തുതിക്കുന്നു. മറഞ്ഞിരിക്കുന്ന മർമ്മങ്ങളെ വെളിപ്പെടുത്തുവാൻ, ഹല്ലേലൂയ, മറഞ്ഞിരിക്കുന്ന രഹസ്യങ്ങളെ വെളിപ്പെടുത്തുവാൻ, ചെതറിക്കിടക്കുന്നവരെ കൂട്ടിച്ചേർക്കുവാൻ, തളർന്നവരെ താങ്ങി നടത്തുവാൻ ഈ അഭിഷിക്ത ദാസന്മാര് ഈ സഭയ്ക്ക് ഒരു അസറ്റായി തീരട്ടെ. വിശ്വസിക്കുന്ന നിങ്ങളെല്ലാം ദൈവത്തെ സ്തുതിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ നിങ്ങളോട്. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ വർഷത്തേക്കാൾ ഈ വർഷം ആത്മീയ നിലപാട് വർദ്ധിച്ചോ? അതിന് നിങ്ങളുടെ മറുപടി എനിക്ക് കിട്ടുന്നത് വളരെ സന്തോഷമാണ്. പ്രൈസ് ദി ലോർഡ്. ആർക്കെങ്കിലും പറയാം, വർദ്ധിച്ചോ? എൻ്റെ ഈ മലയാളത്തിൽ ശരിയല്ല കേട്ടോ. പ്രൈസ് ദി ലോർഡ്. കാരണം വർഷങ്ങളോട് ഹിന്ദിക്കാരുടെ ഇടയിൽ പ്രസംഗിച്ച് കാരണം ചിലപ്പം ഗ്രാമർ മിസ്റ്റേക്കൊക്കെ ഉണ്ട്. നിങ്ങൾ ക്ഷമിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിങ്ങളത്ര പോലെ സാമർത്ഥ്യമുള്ളവനല്ല. പ്രൈസ് ദി ലോർഡ്. ലേക്കിൻ ഒരു കാര്യം ശരിയാണ്, ശക്തനാക്കുന്നവൻ മുഖാന്തര സകലത്തിനും മതിയായി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു സ്കൂൾ അധ്യാപകൻ പറഞ്ഞു, അടുത്ത ആഴ്ചയിൽ നമ്മുടെ സ്കൂളിൽ ഡെവലപ്മെൻറ്റ് ഓഫീസർ വരും, DO വരുന്നുണ്ട്. അപ്പം 8ാം ക്ലാസ്സിലെ കുട്ടികളോട് പറഞ്ഞു, മാത്സിൻ്റെ പീരീഡിലാണ് വരുന്നത്, നിങ്ങളെല്ലാം റെഡി ആയിരിക്കണമെന്ന് പറഞ്ഞു, എന്ത് ചോദിച്ചാലും. അപ്പോൾ കുട്ടികൾ പറഞ്ഞു, ഞങ്ങളെല്ലാം റെഡിയാണ് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ കറക്റ്റ് ടൈമിൽ DO ഡെവലപ്മെൻറ്റ് ഓഫീസർ വന്നു. അപ്പോൾ കുട്ടികളോട് ചോദിച്ചു, ഞാൻ ഗണിതപരമായ ചില ചോദ്യം, കണക്കിൻ്റെ ചില ചോദ്യം ചോദിക്കട്ടെ. കണക്കിന് പിന്നോട്ട് പഠിക്കുന്ന ചില കുഞ്ഞുങ്ങളുണ്ട് ഇവിടെ. പ്രൈസ് ദി ലോർഡ്. മാത്സിന് പ്രൊമോട്ട് ഇരിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് മുതൽ അതൊരു വിടുതലാക്കി തീർക്കട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ഇങ്ങനെ ചോദിച്ചാൽ പറഞ്ഞു, 8 ഗുണം 3 എത്ര ആണെന്ന്. 8 ഗുണം 3 എത്ര കുഞ്ഞുങ്ങളെ അറിയാവോ? 8 × 3 എത്ര? ഓ റിയലി? ഓക്കെ, വെരി ഗുഡ് ആൻസർ. പ്രൈസ് ദി ലോർഡ്. അപ്പം DO വന്ന് ചോദിച്ചു, 8 ഗുണം 3 എത്ര എന്ന് പറയാൻ പറഞ്ഞു. അപ്പം കുട്ടികൾ പറഞ്ഞു 20. അപ്പോൾ ക്ലാസ് ടീച്ചർ പറഞ്ഞു, വെരി ഗുഡ്, വെരി ഗുഡ്. DO നമുക്ക് ഇതെന്താ കാര്യം? 20 പറഞ്ഞപ്പോൾ ക്ലാസ് ടീച്ചർ പറയുന്നു വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പം DO ചോദിച്ചു, എന്താ നീ ഇങ്ങനെ പറയുന്നതിൻ്റെ കാര്യം? കഴിഞ്ഞ വർഷം വരെ 18 അവർ പറഞ്ഞിരുന്നത്. ഇൻക്രിമെൻ്റ് ഉണ്ട്, ഇൻക്രീസ് ഉണ്ട്, 20ആയി. അടുത്ത വർഷം അവർ 24 പറയും. നമ്മുടെ ആത്മീയ നിലപാട് കാലത്തിനൊത്തു മാറുന്നതല്ല, വിളിച്ചവൻ്റെ വിശ്വസ്തയ്ക്ക് ഉറച്ചിരിക്കേണ്ടതാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കഴിഞ്ഞ വർഷത്തെക്കാൾ ഈ വർഷം ഉയരുകയല്ല, കഴിഞ്ഞ വർഷത്തെക്കാൾ എലിശ പറഞ്ഞതുപോലെ 2 ഗുണം 2 ഗുണ ശക്തി ഞാൻ പ്രാപിക്കും. ഈ ദിവസങ്ങളിൽ നമ്മുടെ തീരുമാനം അതായിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവ് എന്നോടൊരു കാര്യം പറയുന്നു. അഭിഷിക്തന്മാർ ആരാധന സ്ഥലത്ത് പാദം വെക്കുമ്പോൾ അഭിഷിക്തന്മാരുടെ അഭിഷേകത്തിൻ്റെ ശക്തി ഈ ചർച്ചിൽ വ്യാപരിക്കും, ഈ ദേശത്ത് വ്യാപരിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനാണെങ്കിൽ ഈ ചർച്ച ഇരിക്കുന്നവരെല്ലാവരും പറയണം, എന്നിലൊരു അഭിഷേകമുണ്ട്. പറയാവോ? ഹല്ലേലൂയ. ദ ചിൽഡ്രൻസ് പറയണം, ഐ ഹാവ് ആൻ അനോയിന്റിങ്. ഹല്ലേലൂയ. പറയാവോ? 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 ഇവിടെ ഇരിക്കുന്നുണ്ട്, പറയാവോ? എന്നൊരു അഭിഷേകമുണ്ടെന്ന്. അന്ന് പറഞ്ഞാൽ അടുത്ത ദിവസങ്ങളിൽ ഈ ചർച്ച് മൾട്ടിപ്ലൈ ആകാൻ തുടങ്ങും. അഭിഷേകമുള്ളവര് പാദം വെക്കുമ്പോൾ അഭിഷേകത്തിന്റെ ശക്തി വ്യാപരിക്കുന്ന ഒരു ശക്തിയാണ് എന്നെ നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്ന ശക്തി. വിശ്വസിക്കുന്ന ദൈവത്തെ സ്തുതിക്കാമോ? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ പറയണം, എന്നിലൊരു അഭിഷേകമുണ്ടെന്ന്. പ്രൈസ് ദി ലോർഡ്. അതിന് തടസ്സമായി നിൽക്കുന്ന ഏതെങ്കിലും വിഷയമുണ്ടെങ്കിൽ ഇതിന് വെട്ടിയും മതിലിനെ ഇടിച്ചും അഭിഷേകത്തിന്റെ ശക്തി പൂർണ്ണ പ്രാപിപ്പാൻ ഇന്ന് സമർപ്പിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുകയാണ്. അതുകൊണ്ട് ആർപ്പിട്ടുകൊണ്ട് പറയുന്നത് ഒന്നാണ്. എന്തുവാണ് പറയണം? എന്നിലൊരു അഭിഷേകമുണ്ട്.
എല്ലാവരും മുറുക്കെ പറയാമോ? എന്നൊരു അഭിഷേകമുണ്ട്. അങ്ങനെ പറയുന്നെങ്കിൽ അഭിഷേകത്തിന്റെ ശക്തി ഈ സഭ 2 ഗുണത്തിലേക്ക് വർദ്ധിപ്പാനിടയാകും. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടല്ലോ. എല്ലാം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് സമയമില്ല. ഗ്രാജുവലി ദൈവദാസൻ പറഞ്ഞ പോലെ സമയം കിട്ടുമ്പോൾ പതുക്കെ പതുക്കെ പറഞ്ഞു വരാം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞെന്നറിയാവോ? ബലഹീനതയിൽ തകർന്നിരിക്കുന്നവരോട് തകർന്ന യേശു ക്രിസ്തുവിനെ ഓർക്കുമ്പോൾ ബലഹീനതയുടെ ശക്തി മാറിപ്പോകും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എല്ലാ കാലവും നാം തളർന്നു പോയവരായി ഇരിക്കില്ല. പലപ്പോഴും ആരാധനയ്ക്ക് മുന്നോട്ട് പോകാത്തതിൻ്റെ കാര്യം പൂർവ്വകാലങ്ങളിൽ വന്നിരിക്കുന്ന ബലഹീനകൾ പ്രാർത്ഥിക്കുമ്പോൾ മുമ്പിൽ കൊണ്ട് കാണിക്കുന്ന പൈശാചികന്റെ ചില തന്ത്രങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ബലഹീനയില്ലാത്ത മനുഷ്യനില്ല. എന്നാൽ ബലഹീനത യേശുക്രിസ്തുവിന്റെ രക്തത്താൽ ക്ഷമിക്കപ്പെട്ടവരായി വന്നിരിക്കുമ്പോൾ ആ ബലഹീനത പ്രാർത്ഥിക്കുമ്പോൾ മുൻപിൽ വന്ന് നിൽക്കുകയാണെങ്കിൽ നമ്മെ മുന്നോട്ട് വിടാതിരിക്കുവാൻ ഏതോ ചില ശക്തികൾ കെട്ടുന്നു. ഇന്ന് ആ ശക്തിയോട് വിട പറയുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ പ്രബോധിപ്പിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ഇപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ആ സ്നേഹ സിസ്റ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ 1-2 കാര്യം എന്നെ ഇങ്ങനെ ഓർപ്പിച്ചു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് മറ്റുള്ളവർക്കും കൂടെ ഉപയോഗപ്പെടുവാനായിട്ട് ഞാൻ പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, 10ാം ക്ലാസ് തൊട്ട് തകർത്ത് കളയുവാൻ ചില പദ്ധതികൾ ദൃശ്യവും അദൃശ്യമായി പിൻപറ്റി വന്നു. എന്നാൽ ആ ശക്തിയെ അതിജീവിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവിന്റെ മുദ്രയിട്ട് ഇവിടെ നിർത്തിയിരിക്കുകയാണ് എന്നെ നിങ്ങളെയും. വിശ്വസിക്കുന്ന ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 10ാം ക്ലാസ് ജീവിതം മുതൽ മുന്നോട്ട് പോകാൻ വയ്യാതെ ദൃശ്യത്തിലും അദൃശ്യത്തിലുമായ ചില ശക്തികൾ തകർത്ത് കളയുവാൻ പദ്ധതിയിട്ടപ്പോൾ ഞാനും നിങ്ങളും അറിയാത്ത ഒരു ദൈവത്തിന്റെ മുദ്ര നമ്മളെ പിന്തുടർന്ന കാരണത്താൽ ഇന്ന് ദൈവം ഇവിടെ കൊണ്ടുവന്നത് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ദൈവത്തെ സ്തുതിക്കാം. തകർത്ത് കളയാനല്ല, താങ്ങി നടത്തുവാനാണ്. ഉടമല ഘടക ശന്തർ കലമവിടരാല. തകർത്ത് കളയാനല്ല, ഹല്ലേലൂയ. തകർത്ത് കളയാനല്ല, ഹല്ലേലൂയ. സ്നേഹേ, God don't want to destroy you. തകർത്ത് കളയാനല്ല, ഉയർത്തുന്ന ഒരു ശക്തി ഇന്ന് മുതൽ നിന്നെ പിൻഗമിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ സമർപ്പിക്കുക. ചില സംഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോവുകയാണ്. വിശ്വസിക്കാൻ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ യേശു തകർക്കുന്നവനെ താങ്ങാൻ വന്നതല്ല, തകർന്നവനെ താങ്ങാൻ വന്നതാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വീഴ്ത്തുന്നവനെ താങ്ങാൻ വന്നവനല്ല, വീണവനെ താങ്ങാൻ വന്നവനാണ്. വിശ്വസിക്കുന്നവർക്കാ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് ഈ സഭയിലുള്ളവരോട് ദൈവത്തിന്റെ ആത്മാവ് ഈ ദിവസങ്ങളിൽ ശക്തമായി ഇടപെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ദാസന്മാരെ, ദൈവത്തിന്റെ സ്നേഹമുള്ള ദൈവമക്കളെ, എന്തുവാ ഈ പ്രവചനം? എന്തുവാ പ്രവചനം? പ്രവചനം ഇതല്ല. അടുത്ത വർഷം ഡിസംബറിന് മുമ്പ് അമേരിക്കയിലേക്ക് ട്രാൻസ്ഫർ ആക്കുന്നതല്ല പ്രവചനം. പ്രൈസ് ദി ലോർഡ്. അതൊക്കെ ദൈവം വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളാ. അത് വിശ്വാസത്തിന്റെ ദർശനത്തിൽ പറയുന്നത് അങ്ങനെ തന്നെ സംഭവിച്ചിരിക്കും. എന്നാൽ എന്താണ് പ്രവചനം വെളിപ്പെടാത്തതിന്റെ കാര്യം? എന്താണ് പ്രവചനം? ദൈവത്തിന്റെ ആത്മാവ് എന്നെ പഠിപ്പിച്ചത് ഞാൻ പറയാം. പ്രവചനം എന്ന് പറയുന്നത് വ്യക്തികളുടെ ബലഹീനത വെളിപ്പെടുമ്പോൾ മറഞ്ഞിരിക്കുന്ന മർമ്മങ്ങളെ കൊണ്ട് ദൈവം പ്രവർത്തിക്കും. അത് ഇന്ന് പൽക്കാലം ഒരു പ്രവചനത്തെക്കാൾ അധികം എൻ്റെ ബലഹീനത വെളിപ്പെടുത്തുവാൻ പ്രാർത്ഥിച്ചു. അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. സത്യത്തിലുള്ള പ്രവചനം ബലഹീനത കൊണ്ട് മറച്ചു വെച്ചിരിക്കുന്ന ബന്ധനത്തെ പരിശുദ്ധാത്മാവിന്റെ ശക്തി അയച്ച് മാറ്റിക്കളയുമ്പോൾ പ്രവചനത്തിന്റെ തിരമാല പോലുള്ള സംഭവങ്ങൾ ജീവിതത്തിൽ നടക്കും.
Praise the Lord. Hallelujah. വാഗ്ദത്തത്തിന്റെ ശക്തി കെട്ടുപോയിട്ടില്ല. എന്നാൽ ബലഹീനത വന്ന് വാഗ്ദത്തത്തെ കാണിക്കാതെ വണ്ണം നമ്മളെ കെട്ടിയിരിക്കുന്ന ചില കെട്ടുകളെ പൊട്ടിക്കാമെങ്കിൽ ഈ ദിവസങ്ങൾ വാഗ്ദത്തത്തിന്റെ ബലം എന്തെന്ന് തിരിച്ചറിയാൻ സാധിക്കും. വിശ്വസിക്കുന്നവർക്കായ ദൈവത്തെ സ്തുതിക്കും. ദൈവത്തിന്റെ ദാസൻ ഇവിടെ പറഞ്ഞതുപോലെ മഹാരാഷ്ട്രയിൽ ആണ് ഞാൻ ദൈവത്തിന്റെ വേല കൂടുതലായി ചെയ്യുന്നതെങ്കിലും ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും പോയി ദൈവത്തിന്റെ വേല ചെയ്യുവാൻ ദൈവം ഇടയാക്കിയിട്ടുണ്ട്. ഭാര്യയും 3 കുഞ്ഞുങ്ങളുമുണ്ട്. മൂത്ത മോൻ എബി, ഷെറിൻ, 2 കുഞ്ഞുങ്ങൾ ഇവിടെ കാൽഗരി താമസിക്കുന്നു. 3 വർഷമായി വിസ അടിച്ചു വെച്ചിട്ട് 1.5 വർഷമായി ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന മറാഠിയുടെയും ആദിവാസികളുടെയും ഇടയിൽ ഹിന്ദിക്കാരുടെ ഇടയിൽ കുറച്ച് വിശ്വാസികളെ തന്നിട്ടുണ്ട്. അവരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ദൈവദാസനെ പരമേൽപ്പിക്കാൻ വേണ്ടി ഈ ദിവസങ്ങളിൽ പ്രയത്നിക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവസ്ഥലം നിലവിളിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് 1.5 വർഷം എടുത്തു ഇവിടോട്ട് വരാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ദൈവമക്കളോടൊരു കാര്യം പറയാം. സഭ മൾട്ടിപ്ലിക്കേഷനിലേക്ക് പോകണമെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഒരു കാര്യം എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാനത് സഭയിലേക്ക് കൈമാറുകയാണ്. സഭ മൾട്ടിപ്ലിക്കേഷന് പോകണമെങ്കിൽ, അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ നമ്മൾ എന്തൊക്കെയാ പ്രാർത്ഥിക്കുന്നേ? നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്തുവാ? എന്തുവാ മോളെ നീ പ്രാർത്ഥിക്കുന്നത്? എന്തുവാ പ്രാർത്ഥിക്കുന്നത്? അങ്ങനെ തന്നെ പ്രാർത്ഥിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിലേ ഉണ്ടെന്ന് പറയാവൂ. അസ്ഥാനത്ത് കയറി കൈവക്കരുത്. കൈയ്യൻ്റെ മുട്ടൻ്റെ വേദന മാറാതെ നിൽക്കും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എന്തുവാ പ്രാർത്ഥിക്കുന്നേ? അഭിഷേകദാസന്മാരെ നമ്മൾ എന്തുവാ പ്രാർത്ഥിക്കുന്നേ? എന്തുവാ മോനെ പ്രാർത്ഥിക്കുന്നേ? ഞാൻ എൻ്റെ മോനെ ഇവിടെ കാനഡയിൽ വലിയൊരു മില്യണർ ആക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല, പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നുമില്ല. തലമുറയെക്കുറിച്ച് എന്താ പ്രാർത്ഥിക്കുന്നേ? എന്താ കുഞ്ഞെ തലമുറയെക്കുറിച്ച് പ്രാർത്ഥിക്കുന്നേ? തലമുറയെക്കുറിച്ച് പ്രാർത്ഥിക്കുന്നത്, എന്നെ ദൈവത്തിൻ്റെ ആത്മ പ്രാർത്ഥിക്കുന്നത്, തലമുറ ദൈവത്തിൻ്റെ അഭിഷേകമുള്ള ആയുധമാക്കി തീർക്കണം. ഇന്നു മുതൽ നമ്മുടെ പ്രാർത്ഥനയുടെ സ്റ്റൈല് മാറട്ടെ. പഠിത്തത്തിനപ്പുറമായി പരിശുദ്ധാത്മ ഭരിക്കുന്ന ഒരു തലമുറയായി തീരട്ടെ. സകല പഠിത്തത്തിൻ്റെയും മുകളിലുള്ള ക്വാളിഫിക്കേഷനാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. അതുകൊണ്ട് ഈ ദിവസങ്ങൾ നമ്മുടെ തലമുറകൾ ദൈവത്തിൻ്റെ അഭിഷേകം നിറഞ്ഞ ആയുധമാകുമ്പോൾ അതിൻ്റെ പിന്നാലെ എല്ലാം വരും. അതുകൊണ്ട് കുഞ്ഞുങ്ങളുടെ സാമർഥ്യം ആത്മാവിൻ്റെ ശക്തിയിൽ ബലപ്പെടുവാൻ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കണം. അത് സംഭവിക്കും. ഞാൻ നിങ്ങളോടൊരു രഹസ്യം പറയാം. ഇതെല്ലാം പറഞ്ഞു വന്ന സമയം പോകുമല്ലോ. ഞാനൊരു രഹസ്യം പറയാം. ഞാൻ മുട്ടും മുടക്കി ഒരുപാട് ദൈവസ്ഥാനിൽ കരയുന്ന ഒരാളാണ്. എന്താ കരയുന്നറിയാവോ? 250 സന്യാസി പൂജാരിമാർ യമുനാ നദിയുടെ സൈഡിൽ 2500 ചെറിയ ചെറിയ അമ്പലങ്ങളുണ്ട്. ആ അമ്പലത്തിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്, ദൈവത്തിൻ്റെ ശക്തി ദൈവമക്കളുടെ അടുക്കൽ വ്യാപരിക്കരുതെന്ന്. അങ്ങനെ നിരന്തരമായി തന്ത്രമന്ത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ രാജ്യം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ആ ശക്തിയിൽ ചെയ്യുമ്പോൾ, ആ തന്ത്രമന്ത്രം ചെയ്യുമ്പോൾ അനേക ദൈവദാസന്മാരുടെ തലമുറകൾ കാർ ആക്സിഡന്റിലും ബൈക്ക് ആക്സിഡന്റും നഷ്ടപ്പെട്ടു പോയി. അവരുടെ പ്രാർത്ഥനയ്ക്ക് ശക്തി കൂടുമ്പോൾ, ആത്മാവിൻ്റെ ശക്തിയിൽ ഞാൻ നിങ്ങൾ പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഏത് പ്രാർത്ഥന കൂടുതലാണോ അത് ജയം പ്രാപിക്കും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഞാനും നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്, സൃഷ്ടിയുടെ പിതാവിൻ്റെ ശക്തിയുടെ വ്യാപാരം ഞാനും നിങ്ങളും ആരാധിക്കുന്ന സ്ഥലങ്ങളിൽ ഇടപെടുവാൻ പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാരണം ഞാൻ നീണ്ട കാലം ഈ ഹിന്ദിക്കാരുടെ സുവിശേഷ വേല ചെയ്തുകൊണ്ട് ഒരുപാട് ദൈവത്തിൻ്റെ ആത്മാവിനെ പഠിപ്പിച്ച ഒരുപാട് കാര്യങ്ങൾ. അത് കാലക്രമേണെങ്കിൽ ദൈവത്തിൻ്റെ സമയം ലഭിക്കുന്നെങ്കിൽ ഒന്നിനു പുറകെ ഒന്നായി ദൈവം ഇവിടെ പഠിപ്പിക്കുവാൻ ഇടയാക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു വ്യക്തിയിൽ എങ്ങനെ പിശാച് കയറുന്നത്, ഒരു വ്യക്തിയിൽ എങ്ങനെ രാത്രി ദുർസ്വപ്നം വരുന്നത്. ദുർസ്വപ്നം വരുന്നത് ചിലരുടെ ഇരിപ്പുണ്ട്. നിങ്ങൾ ദൈവസന്നിധിയിൽ ഈ ദിവസങ്ങൾ ആ ശക്തിയെ ശാസിച്ചു പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
അതിന് വരാനുള്ള കാരണങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഹിതം പോലെ പറയുവാനിടയാകട്ടെ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഞാൻ ഈ ദിവസങ്ങൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ, കർത്താവേ, ഈ ലോകത്തിൻ്റെ ദേവന്മാർ പ്രാർത്ഥിക്കുമ്പോൾ അശുദ്ധാത്മാവ് കൈകാര്യം ചെയ്യുന്നെങ്കിൽ ഈ ലോകത്തെ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ ശക്തിയിൽ പ്രാർത്ഥിക്കുന്ന ഭക്തന്മാരിൽ പ്രവർത്തിക്കുന്ന ആത്മാവിൻ്റെ ശക്തി ഈ ദിവസങ്ങൾ ദേശത്തെ ഇളക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ അങ്ങനെ കുറച്ച് നാളായി പ്രാർത്ഥിക്കാൻ തുടങ്ങി. നിങ്ങളാരിങ്ങനെ പ്രാർത്ഥിക്കാൻ എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ വരുന്ന ദേശാധിപതി ശക്തികളെ കെട്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരു ദിവസം ന്യൂസ് കണ്ടു, ഒരു സമൂഹ സന്യാസിമാരുടെ ദൈവദർശനം കണ്ടു. അവർ ജീവനുള്ള ദൈവത്തിൻ്റെ സാക്ഷികളായി തീർന്നെന്ന്. ഹല്ലേലൂയ. ഇതാണ് ജീവനുള്ള ദൈവത്തിൻ്റെ പദ്ധതി. ഹല്ലേലൂയ. മഹാരാഷ്ട്രയിൽ ഒരു കാര്യമുണ്ട്, എന്നറിയോ? ദേവന്മാരെ ചുമ്മിക്കൊണ്ട് പോകുന്നുണ്ട്. ഹല്ലേലൂയ. ദേവന്മാരെ ചുമ്മിക്കൊണ്ട് പോവുകയാണ്. ഈ ദേവന്മാരെ നാം ചുമ്മുകയാണെങ്കിൽ, അവരുടെ ഭാരം കൂടെ നാം എടുക്കുകയാണെങ്കിൽ എങ്ങനെ ജീവിതം നടക്കും? ദൈവം പറയുന്നു, നിന്റെ ഭാരത്തെ ഞാൻ ചുമക്കുന്നവനാണ്. ഇന്ന് തൽക്കാലം ഏതെങ്കിലും ഭാരമായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ നിയോഗത്താൽ വിളിച്ചു പറയുകയാണ്, നിന്റെ ഭാരത്തെ, നിന്റെ വേദനയെ, നിന്റെ രോഗത്തെ അടിപ്പിണരുക സൗഖ്യം തരുന്ന ഒരു അദൃശ്യ ശക്തിയുണ്ട്. ആ ശക്തി ഇന്ന് വ്യാപരിക്കുകയാണ്. വിശ്വസിക്കാൻ നിങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് തൽക്കാലം ആ ഒരു ദൈവപ്രവൃത്തി നടക്കട്ടെ. അതുകൊണ്ട് നാം ചുമ്മിക്കൊണ്ട് പോകുന്ന ദൈവനേക്കാൾ നമ്മെ ചുമ്മുന്ന ദൈവമാണ് ജീവനുള്ള ദൈവം. പ്രൈസ് ദി ലോർഡ്. ദൈവാസന്റെ കാര്യം പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിച്ചോന്നേക്ക് അറിഞ്ഞില്ല. പിന്നെ ദൈവാസന്റെ കാര്യം പറഞ്ഞു, നാം എവിടെ ആയിരിക്കുന്നു അവിടെ വരുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ദൈവം എവിടെ ഇരിക്കുന്നു അവിടെ പോയി നാം ഇരിക്കേണ്ട ആവശ്യമില്ല. 250 രാഷ്ട്രങ്ങളുണ്ട്, വലിയ വലിയ രാജ്യങ്ങൾ ലോകത്ത്. അതിൽ 195 രാജ്യങ്ങളും ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്നേ. അതിൽ ഇന്ത്യയില്ല. ഇന്ത്യയിൽ 2% വിശ്വാസികളുള്ളൂ. പക്ഷേ 295 രാജ്യങ്ങളിൽ സദൃശനായ ദൈവത്തിന്റെ സദൃശ്യമായിരിക്കുന്ന ജീവിതങ്ങൾ ആർത്തു വിളിക്കുന്നത്, അനുഭവത്തിന്റെ കലവറകൾ തുറന്ന് വിളിച്ചു പറയുന്നത്, ആത്മാവിന്റെ ഉറവിടമായ ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെയാണ്. അങ്ങനെ വിശ്വസിക്കുന്ന എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയക്ക് ബലം കുറഞ്ഞു പോകുന്നു ഈ കാൽഗറിയില്. പ്രൈസ് ദി ഹല്ലേലൂയ. ഇവിടുത്തെ എന്ത് പറ്റി? നിങ്ങൾ KFC ഒക്കെ ഒത്തിരി കഴിക്കുന്നുണ്ടായിരിക്കും ഹല്ലേലൂയ കുറഞ്ഞു വരുന്നത്. എല്ലാവരും ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഇത്രയും പറഞ്ഞിട്ട് അനങ്ങാത്തവരുണ്ട്. പ്രൈസ് ഹല്ലേലൂയ. അനക്കാത്തവർ ഈ ദിവസം ദൈവം അനക്കും. പടയാത്തവ ചില ഉടയ്ക്കും, ഇടിയാത്ത ചില മതിലുകളെ ഇടിക്കും, ചില വേലികളെ അഴിച്ചു മാറ്റും, ചില വേർപാടുകൾ ഉണ്ടാക്കും. അന്ത്യകാലത്ത് തലമുറകൾ അന്യഭാഷയിൽ ആരാധിക്കും. വിശ്വസിക്കും ദൈവത്തിനാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു വാക്യം എളുപ്പം വായിക്കാം. ഹല്ലേലൂയ. 2 കൊരിന്ത്യർ 1-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം എല്ലാവരും വായിച്ച സുപരിചിതമായ വാക്യമാണ്. പ്രൈസ് ദി ലോർഡ്. ആ ആ ആ ആ ആ ആ ആ ആ ആ ഇത്ര ഭയങ്കര മരണത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ വിടുവിച്ചു, വിടുവിക്കുകയും ചെയ്യും. എപ്പോ ചെയ്യും? മേലാൽ വിടുവിക്കും. സ്നേഹ, മേലാലും വിടുവിക്കുന്ന ഒരു ദൈവത്തിന്റെ മുമ്പിലാണ് മോള് വന്നേക്കുന്നേ. ഹല്ലേലൂയ. യുവർ ലൈഫ് കൊണ്ട് ചേഞ്ച് കമ്മിങ് ഡേയ്സ്. വിശ്വസിക്കുന്നു? ക്യാൻ യു അക്സെപ്റ്റ്? ഹല്ലേലൂയ. ഹല്ലേലൂയ. മേലാലും വിടുവിക്കുന്ന ഒരു ശക്തി ഇന്ന് നമ്മെ ഭരിക്കാൻ പോവുകയാണ്. മേലാലും വ്യാപരിക്കാൻ കാരണം, ഞാനൊരു കാര്യം പറയട്ടെ. ഒരു പോലീസ് ഓഫീസർ ലേഡി, അവർക്ക് യേശുവിനെ കുറിച്ചും വചനത്തെക്കുറിച്ചും വിശ്വാസമൊന്നുമില്ല. അവരുടെ 12 വയസ്സുള്ള കുഞ്ഞ് പാരലൈസായി കിടക്കുക. അവർക്കറിയത്തില്ല ഇതിന് എന്ത് ചെയ്യണമെന്ന്. ഇങ്ങനെ പോയി യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പം ഗിദയോന്റെ ന്യൂ ടെസ്റ്റ് ബൈബിൾ കൊടുക്കുന്ന ആളുകൾക്ക് ബൈബിൾ കൊടുത്തവർക്ക്, അവർക്ക് വായിക്കാനൊന്നും അറിയത്തില്ലല്ലോ. ആരെങ്കിലും കാലക്കേടിന് മത്തായിയുടെ സുവിശേഷം എടുത്തു വായിച്ചാൽ ടെലിഫോൺ ഡയറി പോലെ ഇരിക്കും അത് വായിക്കുമ്പോൾ.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ന്യൂ ടെസ്റ്റ്മെന്റ് കൊടുക്കുകയാണ് പറഞ്ഞാൽ കുറഞ്ഞ പക്ഷം യോഹന്നാന്റെ സുവിശേഷം ആദ്യം വായിച്ചു തുടങ്ങാൻ. ഹല്ലേലൂയ. അല്ലെങ്കിൽ ചോദിക്കും ഇതന്നെ അവൻ്റെ മകൻ ഇവനെ ഉണ്ടാക്കി, ഇവനും അവനെ ഉണ്ടാക്കി, അബ്രാമിൻ്റെ മകൻ ഇവനെ ഉണ്ടാക്കി വരുമ്പോൾ ഈ വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നത്. പ്രൈസ്. അതുകൊണ്ട് കുറഞ്ഞ പക്ഷം ഹല്ലേലൂയ ആ ഉണ്ടാക്കിൻ്റെ അധ്യായം ലാസ്റ്റ് പഠിക്കണം. യഹൂദനോട് ചോദിക്കുക ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ അബ്രാം ഞങ്ങളുടെ പിതാവാണ്. അവൻ്റെ ചരിത്രം ഭാവിക്കുമ്പോൾ ശരീരത്ത് കുളിർമയുണ്ടാകണം. അതുകൊണ്ട് ഇവർക്ക് വായിച്ചിരുന്നത് മനസ്സിലായില്ല എന്താണെന്നുള്ളത്. അങ്ങനെ ഒരു അധ്യായം തുറന്ന് നോക്കി പറഞ്ഞു, യേശു ക്രിസ്തു മുടന്തരെ നടത്തുന്നു, കേൾക്കാൻ വയ്യാത്തവരെ കേൾവി കൊടുക്കുന്നു, മരിച്ചവരെ ഉയർത്തെഴുപ്പിക്കുന്നു. ഇതൊക്കെ വായിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ ഒരു അത്ഭുതം തോന്നി. ഇതിങ്ങനെ നടക്കുമോ? ഇത് പോസിബിൾ ആണോ? ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരത്തെ ഈ ബൈബിളും വെച്ചോണ്ട് ഇങ്ങനെ നടക്കുക. ആരോടൊന്ന് ചോദിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ ബസ് യാത്ര ചെയ്യുന്നു. ഒരു സിസ്റ്റർ, കത്തോലിക്കലെ സിസ്റ്റർ, നന്നെന്നൊക്കെ പറയുന്നില്ലയോ, പുള്ളിക്കാരത്തി അതിലിങ്ങനെ ഇരിക്കുക. ഈ പോലീസ് പുള്ളിക്കാരത്തി യൂണിഫോം ഇട്ടുകൊണ്ടാക്കി ആ ഡ്യൂട്ടിക്ക് പോകുന്ന വഴിക്ക് ആ സീറ്റിൻ്റെ അടുത്ത് പോയിരുന്നുണ്ട്. ബൈബിൾ എടുത്ത് ചോദിച്ചു, സിസ്റ്റർ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇതിനകത്ത് എഴുതിയിരിക്കുന്ന യേശു ക്രിസ്തു സൗഖ്യം കൊടുക്കുന്ന മരിച്ചവർ ഇത് സത്യമാണോ? ഈ പുള്ളിക്കാരത്തി പേടിച്ചു പോയി. പുള്ളിക്കാരത്തി പറഞ്ഞു, നിനക്ക് ആരാ തന്നെ അവരോട് പോയി ചോദിക്കുക, എനിക്കറിയത്തില്ലെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ചില വിടുതൽ വരുവാൻ അറിയാത്ത ചില തടസ്സങ്ങൾ വരും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പരിശുദ്ധാത്മ വിളിച്ചു പറയാണ്, ഒരു തടസ്സത്തിൽ ഒതുങ്ങരുത്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ദാസൻ ഒരു വലിയ കാര്യം പറഞ്ഞു, ഒരു വലിയ മർമ്മം പറഞ്ഞേ. ഭയപ്പെടുത്തുന്ന ചില ശക്തികൾ, ഹല്ലേലൂയ, എന്നെ നിങ്ങളെ ഭയപ്പെടുത്തുന്ന ചില ശക്തികൾ, കാരണം തുറന്നു വെച്ചിരിക്കുന്ന ചില വാതിലുകളെ ഭയം കൊണ്ട് അടയ്ക്കാൻ പരിശ്രമിക്കുന്ന ചില ശക്തികളെ ഇന്ന് വേരോടെ പറിക്കണമെന്ന് ദൈവത്തിൻ്റെ ആത്മ വിളിച്ചു പറയുകയാണ്. ഓ ഹല്ലേലൂയ. കേൾക്കണോ സംഭവിച്ചേ? ഈ പുള്ളിക്കാരത്തെ നിരാശയോടെ പോയി. അവിടെ ചെന്ന് പിറ്റേ ദിവസം രാവിലെ ഈ കുഞ്ഞിന് വേണ്ട ഭക്ഷണം എല്ലാം എടുത്തു വെച്ച് ഡ്യൂട്ടിക്ക് പോകാൻ നേരം ഈ അധ്യായം അവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് വായിച്ചിട്ട് പറഞ്ഞു, കണ്ണുനീരൊക്കെ ഒപ്പിട്ട് പറഞ്ഞു, മോനെ മമ്മി എളുപ്പം വരാം, ഭക്ഷണം എടുത്ത് കഴിച്ചിട്ട് അവർ പോയി. തിരിച്ചു വൈകിട്ട് വീട്ടിൽ വന്നപ്പോൾ കുഞ്ഞു ബെഡിലില്ല. വളരെ പ്രയാസമായി. എവിടെ പോയി? കുഞ്ഞിനെ കാണുന്നില്ല. പുറകത്തെ ഡോറിൽ ചെന്ന് വിൻഡോയിൽ കൂടെ അടുത്തുള്ള വിൻഡോയിൽ കൂടെ നോക്കിക്കഴിഞ്ഞപ്പോൾ കുഞ്ഞ് കളിക്കുന്നവരുടെ കൂട്ടത്തിൽ ഇറങ്ങി കുഞ്ഞ് കളിക്കുന്നു. എൻ്റെ നിങ്ങളുടെ നെടുവീർപ്പ് അത്ഭുതമാക്കി തീർക്കുന്ന ദൈവമാണ്. ഇന്ന് ഏതാ നെടുവീർപ്പുള്ളത്? കുഞ്ഞെ നിന്റെ നെടുവീർപ്പിനെ അത്ഭുതമാക്കി തീർക്കാൻ പോവുക. വിശ്വസിക്കാവോ? ചെറിയ നെടുവീർപ്പുകൾ മരുഭൂമിയിൽ ശൂളമടിച്ചു വിളിക്കുന്ന ദൈവത്തിന്റെ ശബ്ദം. ഉടമല ഘടകൈ സന്ത റിബാല പൗഡറാചല, മരുഭൂമിയിൽ ശൂളമടിച്ചു വിളിക്കുന്ന ശബ്ദം. ഹല്ലേലൂയ. യോബിന്റെ പുസ്തകം 4:12 പറയുന്നു, ഈ ശബ്ദം എങ്ങനാ വന്നത്? ജോബ് 4:12 ഒരു വാക്യം പറയുന്നുണ്ട്. എന്താ പറയുന്നേ? ജോബ് എന്റെ അടുക്കൽ ഒരു മാനസാന്തരം വരുന്നത് വെള്ളിടി വെട്ടുന്ന പോലല്ല, ഒരു ഗൂഢവചനം പോലെ വരുന്നത്. ഇന്ന് വൽക്കാലം ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് ഗൂഢവചനം എത്തിയത്. എന്തിനാ എത്തിയെന്നറിയാവോ? മധ്യാകാശത്തിലെ കാഹളത്തിന്റെ കോലാഹലത്തിന്റെ ശബ്ദം കേൾപ്പിക്കാൻ, ഒരു കോലാഹലത്തിന്റെ ശബ്ദം കേൾപ്പാൻ ദൈവം വിളിച്ചിരിക്കുകയാണ്. വിശ്വസിക്കുന്ന ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. വരും കാലങ്ങളിൽ കോലാഹലത്തിന്റെ ശബ്ദമുണ്ട്, ഒരു തുറുകാഹിയുടെ ശബ്ദമുണ്ട്, ഒരു കാഹളത്തിന്റെ ശബ്ദമുണ്ട്. ഇത് ആദ്യം കേൾപ്പിച്ചത് ഒരു ചെറിയ ശബ്ദമാണെങ്കിൽ ആകാശത്തെയും ഭൂമിയെയും ഇളക്കുന്ന ഒരു ശബ്ദം കേൾക്കുവാൻ മുദ്രയിട്ടവരാണ് ഇന്ന് ഇവിടെ ഇരിക്കുന്നത്. വിശ്വസിക്കുന്നവർക്ക് ദൈവത്തെ സ്തുതിക്കാം. ഒരു ചെറിയ ശബ്ദം എന്നാണ്. ഇന്നിവിടെ പാട്ടുപാടിയപ്പോൾ ഒരു പാട്ടുപാടി, യേശു ക്രിസ്തു സർവശക്തിമാനാണ്, അധികാരിയാണെന്ന്. പ്രൈസ് ദി ലോർഡ്. എന്താ അധികാരം? അധികാരം എന്തുവാ? കഴുതയുടെ എല്ലിൽ ശക്തി വ്യാപരിക്കുന്ന ഒരു അധികാരം. കഴുതയുടെ എല്ലിൽ ശക്തി വ്യാപിക്കുന്ന ഒരു അധികാരം ഇന്ന് നമുക്ക് പകരുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പകരുകയാണ്. ഹല്ലേലൂയ. കഴുതയുടെ എല്ല് ഉണങ്ങിക്കിടക്കുകയാണ്. പിടിക്കേണ്ടവൻ പിടിച്ചു കഴിയുമ്പോൾ ശത്രുവിനെ കീഴ്പ്പെടുത്തുന്ന ഒരു ശക്തി അതിൽ വ്യാപരിക്കും. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം ഞാൻ പറയട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുക്രിസ്തുവിന് ടാക്സ് കൊടുക്കാൻ പൈസ ഇല്ലായിരുന്നു. എന്താ ചെയ്തേ? മത്സ്യത്തിനോട് പറഞ്ഞു, മത്സ്യം ശബ്ദം കേൾക്കുവോ?
യേശുവിന്റെ ഭാഷ ഹെബ്രായനി ഭാഷ, യവനി ഭാഷ ആയിരിക്കാം. അത് മത്സ്യം, ഏത് മത്സ്യമാ? അറ്റ്ലാന്റിക് സമുദ്രത്തിൽ എത്ര മത്സ്യമുണ്ട്? എത്ര മത്സ്യമുണ്ട് ദൈവദാസനെ? ഓ, അസംഖ്യ. എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ ആൻസർ. അസംഖ്യ മത്സ്യങ്ങള്. എന്റെ മനസ്സിൽ ആത്മാവിന്റെ ചിന്ത ഇങ്ങനെ വന്നത്, ഈ മത്സ്യം അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ഉറങ്ങുക, ആയിരങ്ങളുണ്ട്. ആയിരങ്ങളുടെ ഇടയിൽ യേശുവിന്റെ ശബ്ദം പുറപ്പെടുവിച്ചു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം, ഈ ലോകത്തിലുള്ള അനേകർ നഷ്ടപ്പെടുമ്പോൾ യേശുവിന്റെ ചെറിയ ശബ്ദം കേട്ടവരാണ് ഇവിടെ ഇരിക്കുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ശബ്ദം പ്രാപിച്ചവരാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഉറച്ചു നിന്നോണം. കാഹളത്തിന്റെ ശബ്ദം കേൾപ്പിക്കുവാൻ തെരഞ്ഞെടുത്ത ദൈവജനമേ, എന്നിൽ നിങ്ങളുടെ അഭിഷേകമുണ്ടെന്ന് വിശ്വസിച്ച് മടങ്ങണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ മാച്ചിൽ മീനോട് ചോദിച്ചാൽ ഒരു കാര്യം പറയും. എവിടെ പോയി പിടിക്കണം? ആരുടെ അടുക്ക പോണേ ഈ മീന്? ഈ മീൻ ആരുടെ അടുക്കില്ല ദിവസനെ പോണ്ടേ? പത്രോസിന് അടുക്ക പോണേ. എത്ര പത്രോസ് ഉണ്ട്? ബാപ്പരെ, ഹല്ലേലൂയ. എത്ര പത്രോസ് ഉണ്ട്? ഇതിന് കൊടുത്ത പണി കൊണ്ട്, ഈ മീനിന് കൊടുത്ത പണി. അയ്യോ, ഈ അറ്റ്ലാന്റിക് സമയത്ത് എത്ര പേര് ചൂണ്ടയിടുന്നുണ്ട്? പ്രൈസ് ദി ലോർഡ്. എത്ര പേരെടുത്ത് ചോദിക്കണം, ആർ യു പീറ്റർ? ഒരു ചെറിയ ശബ്ദമാണ് ഈ മത്സ്യത്തിനകത്ത് പോയത്. പ്രൈസ് ദി ലോർഡ്. ഒരു ചെറിയ ശബ്ദമാണ് കുഞ്ഞ ഇന്ന് വന്നിരിക്കുന്നത്. അതിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി പ്രയത്നിച്ചാൽ ആ ശബ്ദം കാഹള ശബ്ദമായി മാറും. പ്രൈസ് ദി ലോർഡ്. സമയം ഒന്ന് പറയണേ ദൈവസന, ഒരു കൂട്ടമണി അടിച്ചേക്കണം. അല്ലല്ലേ? പ്രൈസ് ദി ലോർഡ്. അല്ലേ? പ്രൈസ് ദി ലോർഡ്. ചിലപ്പോൾ അങ്ങ് കണ്ടിന്യൂ ആയി പോവല്ലോ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ എന്ത് ചെയ്തു? ഈ മത്സ്യം ഭക്ഷണമില്ല, പാനീയമില്ല, വിശ്രമമില്ല. വാഗ്ദത്തത്തിന്റെ പ്രവൃത്തി പൂർത്തീകരിക്കാൻ അതിവേഗം ഓടുന്ന ഒരു മത്സ്യം കാണുന്നിടത്തെല്ലാം ചെന്ന് ചോദിക്കുക, ആർ യു പീറ്റർ? ആർ യു പീറ്റർ? ഇത് ഡെലിവറി ചെയ്യാതെ സ്വസ്ഥതയില്ല. എനിക്കും നിങ്ങൾക്കും ദൈവം തന്നിരിക്കുന്ന ഈ ചെറിയ ശബ്ദം ചിലരോട് കേൾപ്പിക്കാതെ ഉറങ്ങാൻ പറ്റുകയില്ല. ഹല്ലേലൂയ. നമുക്കാണ് ആത്മരക്ഷയുണ്ട്, മീനാണ് ആത്മരക്ഷയില്ല. എങ്കിലും അനുസരണം അതിനുള്ളത് കാരണം മരണവേദന കൊണ്ട് ഓടുക. പീറ്ററെ എഴുത്തുമായനെ അറിയത്തില്ല. അല്ലല്ലോ, ഏത് കടവിൽ ചെന്നാൽ പീറ്ററിനെ ചൂണ്ട കിട്ടും. ഒന്ന് അതിൻ്റെ ആഴങ്ങളിൽ കയറിച്ച് നിങ്ങൾ സിസ്റ്റമുള്ള സമയത്തൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. ചെന്ന് നോക്കിയിട്ട് അനേകരെ കണ്ടപ്പോൾ ഒരു ഗ്രന്ഥി വർക്ക് ചെയ്യുന്നില്ല. പീറ്ററിന്റെ ചൂണ്ട വന്നു കഴിഞ്ഞാൽ മത്സ്യത്തിന്റെ ആത്മാവ് കൊടുത്തിരിക്കുന്ന ഈ ശബ്ദത്തിന് ഗ്രന്ഥി വർക്ക് ഇനി പിടിച്ചോ എന്ന് പറയും. അതുകൊണ്ട് ഉറക്കമില്ലാതെ ഓടുക. അവസാനം പീറ്ററിനെ ചൂണ്ട ചെന്ന് പിടിച്ചിട്ട് പറയുക, എന്നിൽ ഏൽപ്പിച്ച വിശ്വസ്തത പൂർത്തീകരിക്കുവാൻ ഈ മത്സ്യലി തൻ്റെ ജീവൻ തന്നെ കൊടുക്കുവാൻ തയ്യാറായി. അതുകൊണ്ട് പ്രാണം കൊടുത്താലും കേട്ട ശബ്ദത്തിന്റെ പൂർത്തീകരണം നിൽക്കുവാൻ ദൈവത്തിന്റെ ആത്മാവിന്ന് വിളിച്ചപേക്ഷിക്കുകയാണ്. പ്രൈസ് ഹല്ലേലൂയ. വേല തീർന്നിട്ടില്ലെന്നേ, അഭിഷേകദർശനം തീർന്നിട്ടില്ല. അധികാരത്തോടെ പറഞ്ഞാൽ അഭിഷേകത്തിന്റെ ആരംഭമായി തീരും. പറയാവോ കുഞ്ഞെ? അധികാരത്തോടെ പറയാവോ? അധികാരത്തോടെ പറയണം. 100 കണക്കിന് ആൾക്കാരെ പിശാച് ബാധിച്ചാൽ വിടുവിക്കാൻ ദൈവം എന്നെ ഉപയോഗിച്ചു. ഇവിടെയൊക്കെ നടന്ന സംഭവം എന്നറിയാവോ? ഇങ്ങനെ നിറച്ച് ആൾക്കാരിരിക്കുക. ഒരാടടക്കിന് ഒരു പിശാച് വന്നാൽ എങ്ങനെ അറിയും അദ്ദേഹത്തിന് പിശാച് ഉണ്ടെന്ന്? ബുദ്ധിമുട്ടാ. അല്ലെങ്കിൽ അതനുസരിച്ച് ആരാധന വെളിപ്പെടണം. അതനുസരിച്ച് വചനം വെളിപ്പെടുമ്പോൾ പിശാച് ഇറങ്ങാൻ തുടങ്ങും. പട്ടിയുടെ മുമ്പിൽ പടക്കം പൊട്ടിച്ചിടുമ്പോൾ എങ്ങനെ പട്ടി ഓടുന്നു, അതുപോലാണ് സത്യ ആരാധന പിശാച് ഇളകുന്നത്. ഈ ദിവസങ്ങൾ നമ്മുടെ എല്ലാ സംഭവം നടക്കട്ടെ. ചില ജാതികൾ ഇവിടെ വന്ന് വിടുവിക്കപ്പെടട്ടെ. ആരാധനയുടെ ശബ്ദം അഗ്നിയാക്കി തീർക്കട്ടെ. ദൈവത്തിന്റെ ആത്മാവ് എന്നെ പഠിപ്പിച്ചെന്നറിയാവും. ഞാനും നിങ്ങളും ആരാധിക്കുമ്പോൾ നമ്മുടെ അടുക്കുള്ള ആത്മാവിന്റെ ശക്തി വ്യാപരിക്കുന്നുണ്ട്. ആത്മാവിന്റെ ശക്തി വ്യാപരിച്ചേർക്കാൻ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ അനുഭവം പറയാം. ആ അനുഭവത്തിലേക്ക് നാം എല്ലാവരും വരട്ടെ. ചില സ്ഥലങ്ങളിൽ ശുശ്രൂഷിക്കുമ്പോൾ, ചിലടത്ത് പ്രാർത്ഥിക്കുമ്പോൾ, ഈ ഇലക്ട്രിസിറ്റിക്കകത്ത് വിരലിടുമ്പോൾ ഒരു ഷോക്ക് അടിക്കുന്നതില്ലേ, ആ ഒരു ഷോക്കിൻ്റെ അനുഭവം ഈ മർത്തി ശരീരത്തിലുണ്ടാകണം. ആരാധനയിൽ ആത്മാവിൻ്റെ ഷോക്ക് അടിക്കുന്ന ശരീരമായി തീരട്ടെ. ഈ ആരാധനയില ഈ തലമുറയെ മോനെ
മകളെ, ഈ ദിവസങ്ങളിൽ എന്റെ നിങ്ങളുടെ തലമുറകൾ ആത്മാവിന്റെ ഷോക്കടിക്കുന്ന തലമുറയായി തീരട്ടെ. ആ അനുഭവത്തിലേക്ക് മടങ്ങി വരാം. ഈ ദിവസങ്ങൾ അത് സംഭവിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിനൊറ്റ വഴിയേ ഉള്ളൂ. എന്തെന്നറിയോ? പ്രാർത്ഥിക്കുമ്പോൾ തേജോമയനായ ദൈവത്തിന്റെ മുഖത്തെ ദർശിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന വിശ്വസിക്കുക. കണ്ണുകളെ അടച്ചിട്ട് സൂര്യനേക്കാൾ 7 ഗുണം പ്രകാശത്തിൽ തേജസ്സിൽ ഇരിക്കുന്ന തേജോമയനായ ദൈവം നമ്മുടെ മുമ്പിൽ അദൃശ്യനായ ദൈവം വെളിപ്പെടുന്ന പോലെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു തേജോമയ ശക്തി, ഇൻവിസിബിൾ പവർ എന്റെ നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെടുന്നതായിട്ട് വിശ്വസിക്കുന്നെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു ഈ സഭയിൽ ഇവിടെ ഇരിക്കുന്ന ദൈവജനത്തിന് മേൽ ഒരു ദൈവത്തിന്റെ തേജോമയ ശക്തി വെളിപ്പെടട്ടെ. എത്ര പേര് ആഗ്രഹിക്കുന്നു? എത്ര പേര് ആഗ്രഹിക്കുന്നു ഒരു തേജോമയ ശക്തി നമ്മുടെ ഭവനങ്ങളിൽ ഇടപെടട്ടെ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ മുകളിൽ ഒരു ആത്മീയ തീ കത്തണം. ഈ ദേശവാസികൾ ഓടി വരണം. ഫയർ ബിൽഡിംഗ് ഇതിന് പേര് വരണം. നമ്മുടെ ആരാധന സ്ഥലത്തിന് എന്ത് വരണം? ഫയർ ബിൽഡിങ്ങിന്. അത് വിശ്വസിക്കുന്നു. അച്ചായ സംഭവിക്കും. വിശ്വസിക്കുന്നു. അത് സംഭവിക്കും. അത് സംഭവിക്കാൻ പോവുകയാണ്. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവരും കരങ്ങളെ ഒന്ന് അടിക്കാവോ? കണ്ണുകളെ ഒന്ന് അടയ്ക്കാവോ? ഒരു തേജോമയ ശക്തിക്ക് വേണ്ടി we must be thirsty. ഉടവല ഘടക ശന്ത റിബാല പൗഡരാജല ലജ്ജകളെ മാറ്റി ആരാധിക്കണം. ഹല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഈ സഭയിൽ ഈ ദിവസങ്ങളിൽ തേജോമയനായ ദൈവത്തിന്റെ തേജോമയ മുഖപ്രകാശം നമ്മുടെ തലമുറകൾ കാണട്ടെ. ആരാധനയുടെ സ്റ്റെപ്പ് ഈ ദിവസങ്ങളിൽ മാറണം. നമ്മളൊരു സാധാരണ സൗണ്ട് കേട്ട് വന്നവരല്ല, അസാധാരണ ശബ്ദം കേട്ട് വന്നവരാ. എന്താ ദൈവമക്കളെ, നമ്മൾ വചനത്തിന്റെ ആഴം മനസ്സിലാക്കുമ്പോൾ അകത്തു തീ കത്തണം. ആഹാറ് കരഞ്ഞ കണ്ണുനീര് അത് നീരുറവയാക്കി മാറ്റിയ ദൈവമാണ് നമ്മുടെ ദൈവം. കണ്ണുനീരെ 3-4 തുള്ളിയേ വീണുള്ളൂ, നിലയ്ക്കാത്ത നീരുറവയാക്കി തീർത്ത ദൈവമാണ് എൻ്റെ നിങ്ങളുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്. അതനുഭവിച്ച പൗലോസ് പറയുകയാണ്. എന്താ പറയുന്നേ? വിശ്വാസത്തിൽ പ്രാപിച്ച ശക്തിക്കപ്പുറമായി എന്നെ നഷ്ടപ്പെടുത്ത ഒരു ശക്തി എന്നെ ഭരിക്കുന്നു എന്ന് ചിന്തിക്കുന്നു. ഇന്ന് പൗലോസ് പ്രാപിച്ച അത്രയും നാം പ്രാപിച്ചില്ലെങ്കിലും പൗലോസ് ആരാധിച്ച ദൈവത്തെയാണ് ഞാൻ നിങ്ങൾ ആരാധിക്കുന്നത്. ആ വാക്യം ഒന്നും കൂടെ വായിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 2 കൊരിന്ത്യർ 1:8. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സഹോദരന്മാരെ, ഇന്ന് പ്രാപിച്ച ശക്തിക്ക് മീതെ വല്ല ഭയം ഉത്പാദിപ്പിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ ദാസൻ പറഞ്ഞു, ഇന്ന് ഭയത്തെ വെല്ലുവിളിക്കുന്ന തേജോമയ ശക്തി പ്രാപിപ്പാൻ സമർപ്പിക്കാൻ പരിശുദ്ധാത്മാവ് ഇന്ന് ഈ സഭയോട് പ്രബോധിപ്പിക്കുകയാണ്. പ്രാപിച്ച ശക്തിക്ക് അപ്പുറമായി മരണഭീതിയും പരീക്ഷ ഭീതിയും ശത്രുവിന്റെ ഭീതിയും ഒന്നിനു പുറകെ ഒന്നായി വെളിപ്പെടുമ്പോൾ പൗലോസ് പറയുന്നു, ഈ വലിയ വിശ്വാസത്തിൽ നിന്ന് എന്നെ ആർ വേർതിരിക്കും? പ്രൈസ് ദി ലോർഡ്. പൗലോസ് പ്രാപിച്ച ശക്തിയെ കുറിച്ച് നമുക്കറിയാം. പൗലോസിന്റെ പേരിന്റെ അർത്ഥം നമുക്കറിയാം. എന്നാൽ ഒരു കാര്യം മനസ്സിലാണ്, ആകർഷിക വിഷയത്തിന്റെ പിന്നിൽ പോയ പൗലോസേ, നിനക്ക് ദർശനം പ്രാപിക്കാൻ പറ്റുകയില്ല. അധികാരികളെ ആകർഷിക്കും. എന്റെ നിങ്ങളുടെ ഹൃദയം ആകർഷണ വിഷയത്തിന് മുമ്പിൽ പോയാൽ ആത്മാവിന്റെ ശക്തി വ്യാപരിക്കത്തില്ല. ഇന്ന് പരിശുദ്ധാത്മ വിളിച്ചു പറയുന്നു, ആകർഷണ വിഷയത്തോട് മല്ലടിച്ചിട്ട് താഴ്മയുടെ ശക്തി ഭരിക്കുന്നുവെങ്കിൽ പ്രാപിച്ച ശക്തിയിൽ ബലപ്പെടുവാൻ ദൈവം ഒരു പുതിയ ബലം ഇന്ന് തരും. പൗലോസിന്റെ പേര് ചെറിയവനാ. ഞാൻ എൻ്റെ ഹിന്ദി ശുശ്രൂഷയിൽ എപ്പോഴും പറയാനുള്ള കാര്യമുണ്ട്. എന്താ പിശാച് വിട്ടുമാറാത്തത്? ദൈവത്തിനാൽ എന്നെ പഠിപ്പിച്ച് കേൾക്കണോ? നമ്മളിരിക്കുന്നവരൊക്കെ കുറവായിരിക്കാം, എന്നാൽ തന്ത്രമന്ത്രം ആ വിചാരത്തെ പൂർവ്വപിതാക്കന്മാർ ആരാധിച്ചിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ പിന്നിൽ പോയിട്ടുണ്ടെങ്കിൽ
ആ ശാപം 4 തലമുറ വരെ നിൽക്കാതിരിക്കണമെങ്കിൽ നമ്മൾ ക്രൂശിക്കപ്പെട്ട യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കണം. പല സ്ഥലങ്ങളിൽ ഇത് പറയുമ്പോൾ പൈശാചികൻ അലറുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. നാം ചുമ്മുന്ന ദൈവത്തെ അല്ല വിശ്വസിക്കുന്നേ, നാം ചുമ്മുന്ന ദൈവത്തെ അല്ല വിശ്വസിക്കുന്നേ, നമ്മെ ചുമ്മുന്ന ഒരു ശക്തിയുണ്ട്. ആ ശക്തി, ആ ദൈവത്തിന്റെ തേജസ് വെളിപ്പെടുമ്പോൾ നമ്മുടെ ഭാരങ്ങൾ ലഘുവായി തീരുവാനിടയാകട്ടെ. ഉടമലകടകെ സന്തരിക്കാൻ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. തകർന്നു കിടക്കുന്ന ഒരു വ്യക്തിക്ക് ഏതെങ്കിലും വിടുതൽ വേണമെങ്കിൽ നാം തകർന്നതിലോ ആദ്യമായി തകർന്ന ഒരു യേശുവുണ്ട്. ആ യേശുവിനെ അടുക്കൽ പോയാൽ നമ്മുടെ തകർച്ച മാറിക്കിട്ടും. നാം തളർന്നു പോയിട്ടുണ്ട്, നാം തകർന്നു പോയിട്ടുണ്ട്. എന്നാൽ നമ്മയുടെ തകർച്ചയെ മാറ്റുവാൻ നമ്മേക്കാൾ അധികം വേദന അനുഭവിച്ച ഒരു യേശുവുണ്ട്. ആ യേശുവിനെ നാം എല്ലാ കാലവും നാം വിശ്വസിച്ചെങ്കിൽ നമ്മുടെ തകർച്ച മാറും, നമ്മുടെ തളർച്ച മാറും, നമ്മുടെ ബന്ധനം അഴിയും, നമ്മുടെ ജീവിത ദൈവപ്രവൃത്തി വെളിപ്പെടും. വിശ്വസിക്കുന്നവർക്കാണ് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ഹല്ലേലൂയ. ഒരു വാക്യമുണ്ടല്ലോ, 2 കൊരിന്ത്യർ 2-ാം അധ്യായത്തിന്റെ പ്രൈസ് ദി ലോർഡ്, അതിന്റെ 2-ാമത്തെ 15, 1 കൊരിന്ത്യർ 15:58 എന്ന് വായിക്കാം. ആ ആ ആ ആ ആ ഹലോ, ഈ ശക്തിക്കൊത്ത് ജയിക്കണമെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് 1 കൊരിന്ത്യർ 15:58 വിളിച്ചു പറയുന്നു, എന്നെ നിങ്ങളെ ഇളക്കുന്ന ചില ശക്തികൾ പിൻപറ്റുന്നുണ്ട്. നമ്മുടെ വിശ്വാസത്തെ ഇളക്കുന്ന ചില ശക്തികൾ. ആ ശക്തിയെ ഇന്ന് വേർതിരിച്ചു മനസ്സിലാക്കുന്നുവെങ്കിൽ നമ്മുടെ ഭവനത്ത് ഉറപ്പിക്കുന്ന ഒരാത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോകുന്നെന്ന് ഇന്ന് സഭയെ വിളിച്ചു പറയുകയാണ്. മാങ്ങ ഉണ്ടല്ലോ, മാങ്ങ എല്ലാവർക്കും അറിയാം. മാങ്ങ, ഹലോ, നിനക്കറിയാം മാങ്ങ എന്തോന്ന്? മാങ്കോസ്. മാങ്ങ എപ്പോഴാ വീഴുന്നേ? ഭാര്യ തന്നെ പറഞ്ഞ പിന്നെ പാസ് എന്ത് ചെയ്യാനാ? ഹല്ലേലൂയ, ഹല്ലേലൂയ. മാങ്ങ എപ്പോഴാ വീഴുന്ന കുഞ്ഞെ? ഇല്ലെങ്കിൽ പഴിക്കുന്നതിന് മുമ്പ് ചില മാങ്ങ വീഴാറുണ്ടല്ലോ. യു ആർ കറക്റ്റ്. ഉദ്ദേശിക്ക ഡേറ്റിന് മുമ്പ് നമ്മളെ ഉറപ്പിക്കാതിരിക്കുവാൻ ചില പ്രതികൂല കാറ്റൊലയ്ക്കുമ്പോൾ അതിൻ്റെ പിടിയിൽ നിൽക്കാൻ വയ്യാത്തതുപോലെ ഒലയ്ക്കുന്ന നല്ല ശക്തികളുണ്ട്. അതിൽ യേശുവിൽ ഉറച്ചില്ലെങ്കിൽ ഈ കാറ്റിൽ വീണുപോകും. ഉടമലകടകെ ശന്തർക്കാലം. ഏതാണ് നമ്മളെ ഉലയ്ക്കുന്നത്? കുഞ്ഞെ, ജീവിതത്തിൽ അനേക ഉലയ്ക്കുന്ന സന്ധികൾ വെളിപ്പെട്ടു. ദൈവത്തിന്റെ ആത്മ വിളിച്ചു പറയുന്നു, ഈ ദിവസങ്ങളിൽ ഉലയ്ക്കുന്ന ശക്തിയെ കണ്ട് ഭയപ്പെടാതെ ഉറപ്പിക്കുന്ന ശക്തനെ കൊണ്ട് ആരാധിക്കുവാൻ ദൈവത്തിന്റെ ആത്മ വിളിച്ചു പറയുകയാണ്. ഹല്ലേലൂയ. കാറ്റടിക്കുമ്പോൾ പിടിച്ചു നിൽക്കാൻ വയ്യാത്തതുപോലെ ഒലയാൻ തുടങ്ങി. ഒലഞ്ഞൊലഞ്ഞ് ഫലം കഴിക്കുന്നതിന് മുമ്പേ വീഴ്ത്തിക്കളയുന്ന ഒരു ബന്ധനമാണ് പോരാടുന്നത്. ഇന്ന് പോരാട്ടത്തിൽ ജയമെടുക്കുവാൻ ഉറപ്പുള്ളവരായിരിക്കണം. വിശ്വാസ ജീവിതം ഒരു പദവിയാണ്. വിശ്വാസ ചിന്തയ്ക്ക് ഒരു പദവിയാ. പാസ്റ്ററുടെ പദവിയേക്കാൾ അപ്പുറം വേണ്ടത് വിശ്വാസ ചിന്തയ്ക്ക്. അതാ പദവി. സ്വർഗത്തിൽ പാസ്റ്ററെ നോക്കി പാരിതോഷം കൊടുക്കത്തില്ല, വിശ്വാസത്തിൽ ഉറച്ചവരെ നോക്കി പാരിതോഷം കൊടുക്കും. വിശ്വാസത്തിൽ ഉറക്കണം കുഞ്ഞെ. വിശ്വാസത്തിൽ പതറിക്കുന്ന ചില ശക്തി പിൻപറ്റെങ്കിലും നിലനിർത്തിയ ഒരു അദൃശ്യ ശക്തിയോട് ദൈവത്തിനാൽ വിളിച്ചു പറയാണ്. ഹല്ലേലൂയ. സങ്കീർത്തനം 62:4 ഒരു വാക്യം കിടക്കുന്നുണ്ടല്ലോ. സാംസ് 62:4 ഒരു വാക്യം. ഒന്ന് വായിച്ചേ. ഇത് കേട്ടോ. അവന്റെ പദവിയിൽ നിന്ന് അവനെ തള്ളിയിടുവാൻ
ചില നിരൂപണ ശക്തി വിശ്വാസി എന്നുള്ള പദത്തെ ഉറപ്പിക്കാതെ തകർത്ത് കളയുവാൻ ദൈവദാസനെ ഈ ദിവസങ്ങളിൽ ചില ശക്തി വിശ്വാസത്തിൽ ഉറക്കാതിരിപ്പാൻ നമ്മളെ ഒലയ്ക്കാറുണ്ട്. പദവി വീഴ്ത്തുന്ന ശക്തിയോട് ഇന്ന് യേശുക്രിസ്തു നാം ജയമെടുക്കുവാൻ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുകയാണ്. എന്താണ് പദവി വീഴ്ത്താനുള്ള വിഷയം? ഇന്ന് തിരിച്ചറിയണം. തേജോമയ ദൈവത്തിന്റെ തേജോമയ ശക്തിയുടെ വചനം സദൃശനായ ദൈവത്തിന്റെ ഈ മൺകൂടാരങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നത് അതിനെ അസ്ഥിരപ്പെടുത്തുന്ന അന്ധകാരത്തിന്റെ ശക്തിയെ വേദനിച്ച് തിരിച്ചറിയുവാൻ, പദവിയെ വീഴ്ത്തുന്ന ശക്തി തിരിച്ചറിയുവാൻ ദൈവത്തിന്റെ ആത്മാവ് ഇത് ഘോഷിപ്പാൻ അടിയനെ സഭയിൽ കൊണ്ടുവന്നതാണ്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ശാന്തമയം ചിന്തിച്ചേ. 10ാം സ്റ്റാൻഡേർഡ് തൊട്ട് ഈ പദവി നമുക്ക് തരാതിരിക്കുവാൻ ചില ശക്തികൾ പിൻപറ്റി. ഓരോന്നോരായിട്ട് ഓർത്തു നോക്കിയേ. ഞാൻ നിങ്ങളോട് പറയുന്നില്ല. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ചിലരുടെ ഹൃദയത്തിൽ വലിയ കോളെടുക്കാൻ സൃഷ്ടിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് വൽക്കാലം പരിശുദ്ധാത്മ വിളിച്ചു പറയുന്നു, എന്നെ നിങ്ങളെ ഒലയ്ക്കുന്ന ശക്തികളുടെ മേല് ഉറപ്പിക്കുന്ന ശക്തിയിലേക്ക് നമ്മുടെ മനസ്സിനെ കൈമാറുവാൻ ദൈവത്തിന്റെ ആത്മ വിളിച്ചു പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. തകർന്ന ഒരു കുടുംബത്തിലെ ഒരു കുട്ടി, ആരും സഹായമില്ല, മദ്യപാനം കൊണ്ട് തകർന്നു കിടക്കുന്നു. പെര കണ്ടു കഴിഞ്ഞാൽ ഏസി പെരയാ. ഏസിപ്പുര നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടോ? ഏസിപ്പുര കണ്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറ, ഇല്ലെന്ന് പറ, വേണേ അതിനുള്ള ബന്ധോസ് ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. ഏസിയുടെ വീട് കണ്ടിട്ടുണ്ടോ? പെരെന്ന് പറഞ്ഞറിയാവോ? എന്താ ഭാഷ പെരയ്ക്ക് നിങ്ങൾ പറയുന്നേ? മറാഠി ഭാഷ പറഞ്ഞ ചോപ്പട. ഇനി നമുക്ക് മലയാളിക്ക് പറഞ്ഞറിയാം, ഓല മേഞ്ഞ വീട്, ഹട്ട്. ഓക്കെ, നിരവളുകാരൻ എൻ്റെ കൂടെ ഉണ്ട്. വെരി ഗുഡ്. പ്രൈസ് ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹട്ട് സമയത്ത് ഓല മാറിക്കൊടുത്തില്ലെങ്കിൽ അവിടെ ഈർക്കിലി മാത്രമേ കാണത്തുള്ളൂ. ഈർക്കിലി എന്തുവാ? അയ്യോ, അതും അറിയത്തില്ലയോ? ഓലയുടെ ഹഡ്ഡിയാന്ന് പറയാം. ഈർക്കിലി ചൂല് തൂക്കാനൊക്കെ ഉപയോഗിക്കുന്നില്ല. കരാട്ട ചൂട് ജാടു എന്നൊക്കെ പറയും മറാഠിയില്. ചൂലിന്റെ ഈർക്കിലി ഇല്ലയോ? ഓല പോയി കഴിയുമ്പോൾ ഈർക്കിലി മാത്രമേ ഉള്ളൂ. അതിൻ്റെ അടിയിലിരുന്ന AC അനുഭവപ്പെടുന്നത്. അതാ AC-യുടെ വീടെന്ന് പറയുന്നത്. അങ്ങനെ AC വീട് കഴിയുന്ന ഒരു കുടുംബം. കാരണം അപ്പൻ നേർക്കല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള AC വീട് താമസിക്കേണ്ടി വരും. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിന് അപ്പൻ്റെ കാര്യം പറയുന്നേ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഇരുന്ന് കഴിയുമ്പോൾ വീടിൻ്റെ മുറ്റത്ത് ഒരു മിഷണറി വന്ന് ഒരു വലിയ കൺവെൻഷൻ വെക്കുക. വിളിച്ചു പറയുന്നു, ഇവിടെ ദൈവത്തിൻ്റെ പ്രവൃത്തി നടക്കാൻ പോവുകയാണ്. അപ്പം ഈ AC വീടുള്ള വീട്ടിലെ മാതാവ് ചെറ്റപ്പരയ്ക്കകത്ത് ഒരു ഓമന കുഞ്ഞ് ജനിച്ചിട്ട് 7 ദിവസമേ ആയുള്ളൂ. ചോര കളറ് പോയിട്ടില്ല. ആ കുഞ്ഞിനെ പാലൂട്ടി കിടക്കുകയാണ്. മുഷിഞ്ഞ വസ്ത്രം, കീറിയ ചട്ട, പഴകിയ മുണ്ട്, വിശക്കുന്ന വയറ്. ഈ കുഞ്ഞിന് പാല് കൊടുക്കാൻ പോലും നിവൃത്തിയില്ലാതിരിക്കുമ്പോൾ ഒരു മന്ദസ്വരം കേൾക്കുന്നു, നിനക്ക് എന്തെങ്കിലും യേശുവിന് കൊടുക്കാനുണ്ടോ? ഈ ചോദ്യം ആരോടാ ചോദിക്കുന്നേ? ആൽബർട്ടക്കാരോട് ചോദിച്ചിരുന്നേ അവരെന്തെങ്കിലും ചെയ്ത് സഹായിച്ചേനെ. പ്രൈസ് ദി ലോർഡ്. ഈ തള്ളയോട് ചോദിച്ചിട്ട് എന്ത് കൊടുക്കാനാ? ഈ പ്രസംഗം കേട്ട് കരയാൻ തുടങ്ങി കിടന്നുകൊണ്ട്. ഈ റോഡിന്റെ അപ്പുറം ഇപ്പുറവാ. ഈ മാതാവ് കരയാണ്, ഞാൻ എൻ്റെ യേശുവിന് കൊടുക്കട്ടെ, എൻ്റെ വയറ് വിശക്കുന്നു, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് പട്ടിണി കിടക്കുന്നു, ഒരു നിവൃത്തിയില്ല. ഇടിപിടി നീ മാതാവ് എന്ത് ചെയ്യുന്നറിയാവോ? ഈ കുഞ്ഞിനെ എടുത്തു. 7 ദിവസം പ്രായമുള്ള കുഞ്ഞിനെ എടുത്തിട്ട്, ഈ ചോര കളർ മാറാത്ത കുഞ്ഞിനെ എടുത്തോട്ട്, ഈ ചവുണ്ട മുണ്ടും കീറിയ ചട്ടയിടോണ്ട് മന്നം ഈ മിഷണറിയുടെ പന്തലേക്ക് ചെന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, എനിക്ക് തരുവാനൊന്നുമില്ല, എനിക്ക് തരുവാൻ ഇപ്പൊ ജനിച്ചൊരു കുഞ്ഞേ ഉള്ളൂ, ഞാൻ ആ കുഞ്ഞിനെ തിരികെ അടുത്ത് പറഞ്ഞു. ഹല്ലേലൂയ. തകർന്ന ഹൃദയത്തിനകത്ത് മന്നസ്വരം. നിങ്ങൾക്കറിയാവോ, ആ മിഷണറി ആ കുഞ്ഞിനെ കൈ മേടിച്ചു പ്രാർത്ഥിച്ചു.
ഇവനെ ഒരു സുവിശേഷകനാക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. കുഞ്ഞിതൊന്നും അറിയുന്നില്ല. 7 ദിവസമുള്ള കുഞ്ഞിന് എന്താ അറിയാം. അങ്ങനെ പ്രാർത്ഥിച്ചൊരു മടക്കി കൊടുത്തു. ആ കുഞ്ഞാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകം നഷ്ടപ്പെടുകയില്ല. ഇന്ന് കാലം ഈ വചനം കേൾക്കുന്നവരോട് ദൈവത്തിന്റെ ആത്മ പറയാണ്, ഉറപ്പുള്ളവരായിരിക്കണം. തകർക്കുവാൻ, നമ്മെ നശിപ്പിക്കുവാൻ അനേക ബന്ധനങ്ങൾ വരും. എന്താ ദൈവത്തിന്റെ ആത്മ വിളിച്ചു പറയാണ്, നമ്മുടെ ശരീരമോഹവും നമ്മുടെ ലോകമോഹവും നമ്മളെ ഇളക്കിക്കളയുമെന്ന് ദൈവത്തിന്റെ ആത്മ വിളിച്ചു പറയുന്നു. ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുകയാണ്. ഉറപ്പിക്കാത്ത ചില ശക്തികൾ, ഉടമല ഘടക സന്തറിബാല ഭൗഡരാജല അർത്ഥനികത നിണകല ഘടകരാജല, ആത്മികത്തിൽ ഉറക്കാത്ത ചില ശക്തികൾ നമ്മൾ പ്രാപിച്ച ശക്തിക്ക് അപ്പുറമായി നമ്മളെ നശിപ്പിക്കുന്ന ഒരു വ്യാപാര ശക്തി ഭരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മ വിളിച്ചു പറയുകയാണ്, നിങ്ങളുടെ ഒരു അഭിഷേകമുണ്ട്, ഒരു ശക്തിക്ക് തകർക്കാൻ സാധ്യമല്ല. അതിനൊരു ദൃഷ്ടാന്തമാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഒരു പ്രാർത്ഥന വ്യർത്ഥമല്ല. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, പ്രിയ ദൈവദാസന്മാരെ, നമ്മളിവിടെ ഒരു കാര്യം ചെയ്യണം. ഞാൻ എൻ്റെ സഭ ഒരു മറാഠി സഭയാണ്. ഒരുപാട് ദൈവദാസന്മാർ സെൻഡ് ഓഫ് തരുവാൻ അവിടെ വന്നുകൂടി. ഞാൻ വിളിച്ചതല്ല, അവിടെ ഞാൻ സഭാ ശുശ്രൂഷ കൊടുത്ത ദൈവദാസൻ വിളിച്ചതാണ്. വിളിച്ചു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, എന്തെങ്കിലും ഒന്ന് പറയാൻ. എന്താ പറയേണ്ടത്? കാൽഗറി കൊണ്ടുപോകാൻ എന്നെ നടത്തിയ ദൈവത്തെ സ്തുതിക്കുകയാണോ ചെയ്യണ്ടേ? ഞാൻ അവിടുന്ന് വിശ്വാസികളോട് ഒരു കാര്യം പറഞ്ഞു. എനിക്ക് കാനഡയെക്കുറിച്ചല്ല പറയാനുള്ളത്, എന്നെ വിളിച്ച ദൈവദാസന്മാരെ കുറിച്ചല്ല പറയാനുള്ളത്. ഏകദേശം 75-ൽ പരം അന്യാധികാരെ സ്ഥാനപ്പെടുത്തുവാൻ ദൈവം എനിക്കിടയാക്കി. അന്യദേവനെ ആരാധിച്ച് ഭവനത്തിൽ നശിക്കുന്ന ജനത്തെ ആത്മഹത്യക്ക് വേണ്ടി നിയോഗിച്ചവരെ അനേകരെ വിടിയിപ്പാൻ ഈ എളിയനായ ദൈവമേ എനിക്കിടയാക്കിയത് പറഞ്ഞ ദൈവത്തെ സ്തുതിക്കുന്നു. അതിൽ സന്തോഷമുള്ള ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരും അറിയാത്ത ആത്മഹത്യക്കായി പോയവരെ, അന്യദേവനെ ആരാധിച്ച് നാശത്തിൽ പോയവരെ, അവരെ വിളിച്ച് ദൈവത്തിന്റെ വചനം പറയുമ്പോൾ ഗർജിക്കുന്ന ശബ്ദത്തോട് അവർ വ്യാപരിക്കുന്ന ദുരാത്മശക്തിയെ പുറത്താക്കിയപ്പോൾ, അവർ ദൈവസ്ഥലം സമർപ്പിച്ച് അവരെ സ്നാനപ്പെടുത്തിയപ്പോൾ, ഇങ്ങോട്ട് പോരുമ്പോൾ ഒരു വാക്ക് ഞാൻ അവരോട് പറഞ്ഞു, എൻ്റെ പ്രിയ ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയുകയാണ്. എനിക്കൊന്നേ പറയുവാനുള്ളൂ. അതെന്താണെന്നറിയാമോ? എനിക്ക് നിങ്ങൾ ആരും ദശാംശം തന്നിട്ടില്ല. അവർക്ക് ദശാംശം കൊടുക്കാനില്ല. വീടുകളിൽ പാത്രം കഴിയുന്നവരാണ്, വീടുകളിൽ മൂർത്തി വെച്ച് ആരാധിച്ച് നാശത്തിൽ പോകുന്നവരാണ്, പല പ്രാവശ്യം ആത്മഹത്യ എന്ന് വന്നവരാണ്. നിങ്ങളോട് ഞാൻ ഒന്നും ചോദിച്ചിട്ടില്ല. പക്ഷെ ഒന്ന് ഞാൻ പറയുന്നു, എനിക്ക് ശമ്പളം ഇതുവരെയും കിട്ടിയിട്ടില്ല. എനിക്ക് ശമ്പളം നിങ്ങൾ സ്വർഗത്തിൽ ചെല്ലുമ്പോഴാണ് കിട്ടുന്നത്. ഹല്ലേലൂയ. അഭിഷേകദാസന്മാരെ, നമ്മുടെ ശമ്പളം ഇന്നുവരെ കിട്ടിയിട്ടില്ല. ദൈവദാസനെ, നീണ്ടകാല സുവിശേഷ വേല ചെയ്തതാണ്. നമ്മുടെ ശമ്പളം ഇതുവരെ കിട്ടിയിട്ടില്ല. നമ്മൾ വചനം പറയുന്ന ഇവര് വിശ്വാസത്തിൽ ഉറപ്പുള്ളവരായി നിത്യരാജ്യത്തിൽ ചെല്ലുമ്പോൾ അഭിഷേകന്മാരുടെ ശമ്പളം കിട്ടും. ഉടമല ഘടക സന്തരിക്കാലം ആരാധിക്കുന്ന ദൈവമക്കളെ, പാട്ടുപാടുന്ന ദൈവമക്കളെ, പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, എന്റെ നിങ്ങളുടെ ശമ്പളം ലഭിക്കേണ്ടതിന് പരിശുദ്ധാത്മാ വിളിച്ചു പറയാണ്, വിശ്വാസത്തിൽ ഉറച്ചു നിന്നോ. ഇത് സത്യമാണ്, ഇത് നിത്യമാണ്, ഇത് സർവ്വലോകത്തെയും കഴിയുന്ന ഒരു ശക്തിയാണെന്ന് ദൈവത്തിന്റെ ആത്മാവിന് വിളിച്ചു പറയുന്നു. ശൂന്യത നോക്കി വിളിച്ചു പറയുന്ന ദൈവത്തിന്റെ വചനം, ശൂന്യത എന്ന് ഭൂമിയെ സൃഷ്ടിച്ച ദൈവത്തിന്റെ ശക്തി നമുക്ക് ശമ്പളം തരുവാൻ കാൽവറി ക്രൂശിൽ മരിച്ച യേശുവിന്റെ സന്നിധിയിൽ ഞാനും നിങ്ങൾ നിൽക്കുമ്പോൾ ശമ്പളം എണ്ണി മേടിക്കണമെങ്കിൽ ഇവർ ഉറപ്പുള്ളവരായിരിക്കണം. അതുകൊണ്ട് ഈ സഭയോട് വിളിച്ചു പറയാണ്, പ്രതികൂല കാറ്റുകൾ വരും, കൊടുങ്കാറ്റുകൾ വരും. ഞാനും നിങ്ങൾ ഒരിക്കലും വിശ്വാസം വിട്ടു പോകില്ല. നിങ്ങൾ വിശ്വാസം വിട്ടാൽ ഈ ദൈവദാസന്മാരുടെ പ്രാർത്ഥനയും പ്രസംഗവും വെറുതെ പോകും. എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുകയാണ്. ഒരു കാര്യം ഞാൻ പറഞ്ഞു കൊള്ളുന്നു. കാഹള ശബ്ദം കേൾക്കുമ്പോൾ ഞാൻ നിങ്ങൾ എഴുന്നേറ്റില്ലെങ്കിൽ ഈ ഓട്ടവും ഈ അധ്വാനം വെറുതെ ആയിപ്പോകും. വിശ്വാസത്തിന് നിൽപ്പാൻ പറ്റാത്ത ചില കോളിളക്കം വരും. ഞാനൊരു കാര്യം പറയട്ടെ, സമുദ്രത്തിന് മുകളിൽ കൂടെ ഒരു പിണ്ടി ഒഴുകി വരികയാണ്. പതയറിയാത്ത ഒരാള് അവിടെ കിടന്ന് കാലും കേട്ടു അടിക്കുകയാണ്, ചാകാൻ പോവുകയാണ്. 2 or 3 പ്രാവശ്യം അവസാനം മോളി പൊങ്ങി വരുമ്പോൾ നമ്മുടെ മുമ്പിൽ കൂടെ ഒരു പിണ്ടി പോലൊരു വാഗ്ദത്തം വന്നിട്ടുണ്ടെങ്കിൽ
അതിനെ മുറുകെ പിടിച്ചോ, അത് രക്ഷയിലേക്ക് നടത്തും. ഞാനൊരവസരം എനിക്ക് തന്ന സഭയോടും അഭിഷദാസന്മാരോടും വിശ്വാസികളോടും ഹൃദയത്തിൻ്റെ അന്തർഭാഗത്തുനിന്ന് ഉത്ഭവിക്കുന്ന നന്ദിയെ സമർപ്പിക്കുകയാണ്. നമ്മുടെ പദവി നിന്ന് വീഴ്ത്തുന്ന ശക്തി, വിശ്വാസത്തിൽ പ്രാപിച്ച ശക്തിക്ക് വിരുദ്ധമായി കീഴ്ത്തുന്ന ശക്തി നമ്മളെ പിൻപറ്റുമ്പോൾ തളർന്നു പോകല്ലേ. ഉറപ്പുള്ളവരായി നമ്മുടെ പ്രയത്നഫലം നഷ്ടപ്പെട്ടു പോയിരിക്കാൻ വിശ്വാസത്തിൽ ഉറച്ചു നിൽപ്പാൻ എല്ലാവരും ദൈവം സഹായിക്കട്ടെ. അഭിഷദാസന്മാർക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. ഗോഡ് ബ്ലെസ് യു.